ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഓർക്കിഡിന് ഏറ്റവും നല്ലൊരു വളം, വളരെ വേഗത്തിൽ പൂക്കൾ ഉണ്ടാകാനുള്ള ഒരു വളമാണ് കാണിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ വേഗത്തിൽ നമുക്കിതിൽ പൂക്കൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ വളം നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരുക്കിയിരിക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കും പിണ്ണാക്കും കൂടി പൊടിച്ച് ഒരു കിഴി പോലെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് കുപ്പിയിലാക്കി നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ കിടന്ന് നല്ല രീതിയിൽ നമുക്കിത് അലിഞ്ഞ് നമുക്ക് അരിച്ച് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പഴത്തിൻ്റെ തൊലിയും പട്ടയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ലായനിയാണ്. പഴത്തിൻ്റെ തൊലി നമുക്കറിയാം പൂക്കളുണ്ടാക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ചാണകം കുതിർത്തി വെച്ചിരിക്കുന്നതാണ്, അതിൻ്റെ വെള്ളവുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ചാണകത്തിൻ്റെ വെള്ളം അരിച്ചെടുത്തു. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പഴത്തൊലി കുതിർത്തി വെച്ചിരുന്നതിൻ്റെ വെള്ളമാണ്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേപ്പിൻ പിണ്ണാക്കിൻ്റെയും കപ്പലണ്ടി പിണ്ണാക്കിൻ്റെയും വെള്ളമാണ്. ഇതിലേക്ക് ഇനി നമുക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഹോളുള്ള ഒരു കുപ്പിയിലേക്ക് നമുക്ക് ആക്കിയതിന് ശേഷം വളരെ വേഗത്തിൽ നമുക്കിത് ഒഴിക്കാം. സ്പ്രേ ബോട്ടിലിനേക്കാൾ വളരെ എളുപ്പമാണ് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാവരും ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും വളരെ നല്ലതാണ്. ചെറിയ ചട്ടികളിൽ ഓർക്കിഡ് മുളപ്പിച്ചത് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ഓർക്കിഡിനെല്ലാം ഇത് വളരെ നല്ലതാണ്. ഇതിൽ നിന്നും വളരെ ധാരാളം തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർക്കിഡ് തൈകൾ ഉണ്ടാക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.